നമസ്കാരം. നമ്മുടെ ചാനൽ ഏകദേശം 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി പറയുന്നതിന് വേണ്ടിയുള്ള വീഡിയോ ആണിത്. കാരണം നിങ്ങളാണ് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തതും നമ്മളെ സപ്പോർട്ട് ചെയ്തതും. നമ്മുടെ മെയിനായിട്ടും ഒരു യാത്ര, അതായത് ഒരു പൂക്കൾ തേടിയുള്ള യാത്ര, അല്ലെന്നുണ്ടെങ്കിൽ ചെടികൾ തേടിയുള്ള യാത്ര, അതുപോലെ കലാകാരന്മാരെ അന്വേഷിച്ചുള്ള ഒരു യാത്ര, അതായിരുന്നു നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഒരുപാട് ഗാർഡനുകളുടെ വീഡിയോ, ഹോം ഗാർഡനുകളൊക്കെ നമ്മൾ ചെയ്തപ്പോൾ പലരും ആവശ്യപ്പെട്ടു അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യണം, നമ്പർ വേണം. അങ്ങനെ നമ്മൾ നമ്പർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയും കുറേ പേർക്ക് സെയിൽ നടക്കുകയും കുറേ പേര് ചെടി കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കാത്ത ചെടികൾ കിട്ടിയ ആൾക്കാരുണ്ട്. അതെല്ലാം നമുക്ക് കമൻറ്റിൽ നിന്ന് മനസ്സിലാവും. പക്ഷേ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. അപ്പം അത് നമുക്ക് അനാവശ്യമായിട്ട് പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഗൈഡ് ലൈൻസ് നമ്മുടെ ചാനലിൽ വീഡിയോ കണ്ട് വാങ്ങുന്ന ആൾക്കാർക്ക് കുറച്ച് ഗൈഡ് ലൈൻസ് തരുന്ന ഒരു വീഡിയോ ആണിത്. നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്ന ഓരോ ഗാർഡനും അല്ലെങ്കിൽ ഓരോ ഹോം ഗാർഡനും ഓരോ നഴ്സറികളും നമ്മൾ അവിടുത്തെ പൂക്കൾ ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ചെടികൾ ഇഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് ഇന്ന സ്ഥലത്തൊരു വലിയ ഗാർഡനുണ്ട് അതുകൊണ്ട് നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാം. അല്ലാതെ നമ്മളൊരു സെയിൽസ് പ്രൊമോഷന് വേണ്ടി ഒരു വീഡിയോയും ചെയ്യാറില്ല. നമ്മുടെ ചാനലിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് വീഡിയോ ചെയ്യുക, നിങ്ങൾക്കത് മനോഹരമായിട്ട് കാണിക്കുക, അതിൽ നല്ല വർണ്ണമനോഹരങ്ങളായ പൂക്കൾ സെലക്ട് ചെയ്യുക, അതുപോലെ തന്നെ വെറൈറ്റികൾ. ഇപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ചാനലിൽ ബൊഗൈൻ വില്ലകളുണ്ടാവും, പെറ്റോണിയ ഗാർഡൻസ് ഉണ്ടാവും, 10 മണി ഉണ്ടാവും, അതുപോലെ എന്ത് ഗാർഡൻസ് അങ്ങനെ നമ്മൾക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അല്ലാതെ നമുക്ക് ഈ സെയിലുമായിട്ട് യാതൊരു ബന്ധവും നമുക്കില്ല. സെയിൽ നടത്തുന്നത് അവിടുത്തെ ഗാർഡനിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ വന്നിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും അതൊരിക്കലും ഗാർഡനിലുള്ള ആൾക്കാർ കാണുന്നുണ്ടാവില്ല. കാരണം അവരിതിൽ ചിലപ്പം ആയിട്ടേ ഉണ്ടാവില്ല, അവർ ചിലപ്പോൾ സബ്സ്ക്രൈബറേ ആയിരിക്കില്ല. അപ്പം അവരുമായിട്ട് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ നമ്മളതിൽ കൊടുക്കും. അവരെ വിളിച്ചിട്ട് നമുക്ക് അത് കമ്മ്യൂണിക്കേഷൻ ചെയ്യാമെന്നതാണ്. അല്ലാതെ ചാനലിൽ വന്നിട്ട് അത് കമൻ്റ് ഇട്ടിട്ട് ഒരു പ്രയോജനവുമില്ല. കാരണം അത് നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ബാക്കി ഫോളോവേഴ്സേ കാണുന്നുള്ളൂ. ഈ ഗാർഡനുമായിട്ട് ബന്ധപ്പെട്ടവർ അത് കാണുന്ന യാതൊരു നിർബന്ധവുമില്ല. അപ്പം ഗാർഡനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മൊത്തം അവരുടെ ഫോണിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ വരുന്ന ഒരു മെയിൻ കംപ്ലൈൻ്റാണ്, അതായത് കമൻറ്റുകളിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഗാർഡനിൽ വില കൂടുതലാണ്, ഈ ഗാർഡനിൽ ഭയങ്കര വിലയാണ്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അധ്വാനിച്ചുണ്ടാകുന്ന പൈസയാണ്. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല, കാരണം കൊണ്ടേ കളയാൻ പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഒരു ചെടി അല്ലെങ്കിൽ ഒരു തൈ വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് വില എത്രയാണെന്നുള്ളത് അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ തന്നെ പല ഗാർഡനുകളുണ്ടാവും. അപ്പം അതിൽ ഏറ്റവും അവരുമായിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ അവരുമായിട്ട് വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ട് ഏറ്റവും വില കുറഞ്ഞ ചെടികൾ വാങ്ങാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ചിലർ കമൻറ്റിൽ കാണിക്കുന്ന കാണാം, എനിക്ക് 1000 രൂപ പോയി, എൻ്റെ 500 രൂപയാണ് ആ ചെടിക്ക് വാങ്ങിയത്, അത്രയൊന്നുമില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഓൺലൈനിലൊരു സെയിൽ ചെയ്യുമ്പം ഏറ്റവും വില കുറഞ്ഞത് ചെറിയ തൈകൾ ആദ്യമേ വാങ്ങുക. എന്നിട്ട് അത് നോക്കുക അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, അവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടോ. അല്ലാതെ നമുക്ക് ചാനലിന് അതുമായിട്ടൊരു റെസ്ട്രിക്ഷനോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളവിടെ പോയി നോക്കുന്നു, അവിടെ ഒരു ഗാർഡൻ കാണുന്നു, അത് നമ്മളത് വില ചോദിക്കുന്നേ ഇല്ല. അവരോട് നമ്മളിപ്പോൾ പോയ പാടെ ഓരോന്നിൻ്റെയും വിലയൊന്നും നമ്മൾ ചോദിക്കുന്നില്ല. കാരണം നമ്മൾ ചാനലിൽ കൂടുതലും വില പറയുന്നുമില്ല. വില പറയാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ നമ്മളൊരു ചെടിയുടെ അല്ലെങ്കിൽ ഒരു പോട്ടിൻ്റെയോ ഒക്കെ വില പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ യൂട്യൂബിൽ നമ്മളിപ്പം 2026 ജൂലൈയിലാണ് ഈ വീഡിയോ ഇടുന്നതെങ്കിലും ചിലപ്പം ഒരു 2 വർഷമോ 3 വർഷമോ കഴിഞ്ഞിട്ടായിരിക്കും ആ വീഡിയോ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ വിളിച്ചിട്ട് പറയും, അന്ന് നിങ്ങൾ വീഡിയോയിൽ കാണിച്ചപ്പോൾ 50 രൂപയല്ലേ ഉള്ളൂ, ഇപ്പം 100 രൂപ എന്താണ്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് കൂടുതലാണോ അല്ലെങ്കിൽ അന്ന് കുറവാണ്. അപ്പോൾ അതും പറഞ്ഞിട്ട് നഴ്സറിയിൽ പോയിട്ട് വഴക്കുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും വില പറയാത്തത്. കാരണം വില ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പുതിയൊരു ചെടി വരുമ്പോഴത്തേനും അതിന് ചിലപ്പോൾ നല്ല വിലയായിരിക്കും, എല്ലാവരുടെ അടുത്ത് ആയി കഴിയുമ്പോഴത്തേനും അതിന് വില കുറയും. അപ്പം വില നമുക്ക് ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ പ്രാവശ്യത്തെയും അന്നേരത്തെ വില അറിയാനായിട്ട് അന്നേരം ആ ഫോൺ നമ്പറിൽ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വില അറിയാൻ പറ്റും. അതാണ് ഏറ്റവും നല്ല മാർഗ്ഗം. അതുകൊണ്ടാണ് നമ്മൾ വില പറയാത്തത്. നമുക്ക് ഈ ചെടികളുടെ ഒന്നും വില, നമ്മൾ ഓരോ ഗാർഡനിലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ നമ്മളിതിൻ്റെ വില ചോദിക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസയാണ്, അപ്പം അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ വിലയെല്ലാം അറിഞ്ഞ് അവരുമായിട്ട് സംസാരിച്ച് വേണം സെയിൽ നടത്താൻ. പിന്നെ നമ്മൾ ഈ ഗാർഡനിലെല്ലാം വീഡിയോ എടുക്കാൻ പോകുന്നത് നമ്മളൊരു പൈസ വാങ്ങിയിട്ടൊന്നുമല്ല. അപ്പം അവർ നല്ലൊരു ഗാർഡൻ ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കും, എങ്ങനെയെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് വഴിയോ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വീഡിയോ എടുക്കുന്ന ഞങ്ങളുടെ അടുത്ത് നമ്മൾ പറയും, വേറെ ഏതെങ്കിലും ഗാർഡൻ ഉണ്ടെങ്കിൽ പറയണേ. അപ്പം നിങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അയൽവക്കത്തോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്തോ ഒരു നല്ല ഹോം ഗാർഡൻ ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പം നമുക്ക് അവിടെ പോയി വീഡിയോ എടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. അതുകൂടാതെ തന്നെ ചെറിയ ഹോം ഗാർഡനിലെ ചെറിയ സംരംഭമാണെങ്കിൽ പോലും ചെറിയ രീതിയിൽ സെയിലൊക്കെ നടന്ന് അവർക്കൊരു വിജയം നടക്കാനുള്ള ചാൻസും ഉണ്ട്.
ചില ഹോം ഗാർഡൻ വീഡിയോസിൽ പ്രത്യേകിച്ച് ഈ പെറ്റൂണിയ, അതായത് ബീറ്റ്റൂട്ട്, പെറ്റൂണിയ അങ്ങനെയുള്ള വെറൈറ്റികൾ, റെയറായിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോഴത്തേനും നമുക്കിപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കൂടുതലും വീട്ടമ്മമാരൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നത്. അപ്പം അവരുടെ ഫോണിലേക്ക് ഒരു 2-3 ദിവസം വീഡിയോ ഇടുന്ന ഒരു 2-3 ദിവസം നിർത്താതെയുള്ള ഫോൺ വിളികളായിരിക്കും. അപ്പം അവർക്ക് പല കോളുകളും അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരും, പല മെസ്സേജുകളും വാട്സപ്പിലൊക്കെ ആണെങ്കിലും റിപ്ലൈ ചെയ്യാൻ പറ്റാതെ വരും. അപ്പം അങ്ങനെ ഒരു 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 തുടക്കത്തിലേക്കുള്ള ആ ഒരു തിരക്ക് കാരണം പലർക്കും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ പ്രത്യേകമായിട്ടൊരു മാനസികാവസ്ഥയിലേക്ക് വരും. കാരണം അവർക്ക് രാത്രിയൊക്കെ ഇങ്ങനെ 2 മണിക്കൊക്കെയാണ് ഫോൺ കോളും മെസ്സേജും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരക്ക് പിടിക്കാതെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള റിപ്ലൈയും കിട്ടും. അതുപോലെ തന്നെ അവരതിന് വാട്സപ്പിൽ മെസ്സേജും തരും. ഈ ഒരുമിച്ച് എല്ലാവരും കൂടെ വിളിക്കുമ്പോഴത്തേനും കുറേ പേര് അവർക്ക് ഗൂഗിൾ പേ ഒക്കെ ആദ്യമേ തന്നെ ചെയ്ത് കൊടുക്കുകയാണ്. 500 പേരൊക്കെയാണ് ഗൂഗിൾ പേ ചെയ്ത് പല നഴ്സറികളിലും ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേനും അവർക്കത് ലാസ്റ്റ് അത് കണ്ടുപിടിക്കാനോ, അവർ തന്നെയാണ് ഇതെല്ലാം നടത്തുന്നത്, അവർ തന്നെയാണ് ചെടി സംരക്ഷിക്കുന്നത്, അവർ തന്നെയാണ് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മളൊരു സമയം അവർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെടി കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വിലയെല്ലാം നോക്കി നമുക്കത് വാങ്ങാനും പറ്റും. ആദ്യം തന്നെ നമ്മൾ കൊണ്ടുപോയിട്ട് പൈസ അടയ്ക്കരുത്. ആദ്യമേ നമ്മൾ നോക്കുക അവരെങ്ങനെയാണ്, അവരുടെ ബാക്കി കമൻറ്റുകൾ എങ്ങനെയാണ്, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് അവരുടെ വില, അതെല്ലാം നോക്കിയിട്ട് നമ്മുടെ പൈസ, നമ്മൾ അധ്വാനിച്ച പൈസ കളയാതെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. കൂടുതലും ഗാർഡൻ, അതായത് പൂക്കളുടെ വീഡിയോസ്, ചെടികളുടെ വീഡിയോസ്, അതുപോലെ തന്നെ കലാകാരന്മാർ, ഇപ്പോൾ പെയിൻറ്റിങ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ വല്ല ആർട്ടിസ്റ്റുകൾ, അതായത് നമ്മുടെ പ്രതിമകൾ ഉണ്ടാക്കുക, അതുപോലെ തന്നെ കൊത്തുപണികൾ ചെയ്യുക, അങ്ങനെയുള്ള വെറൈറ്റികൾ ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെ വേണമെങ്കിലും, ഇപ്പോൾ ഒരു ചെറിയ കുട്ടികളാണെങ്കിലും അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മുതിർന്നവരാണെങ്കിലും ഏത് ഫീൽഡിലുള്ളവരാണെങ്കിലും നമുക്ക് ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, അതുപോലെ തന്നെ ഗാർഡൻ, ഫാമിങ്, പഴച്ചെടികൾ, വെറൈറ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സ്, അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വീഡിയോ എടുക്കാം. അപ്പോൾ അത് കുറേ ആൾക്കാർ കാണുകയും ചെയ്യും, അവർക്കൊരു പ്രോത്സാഹനമാവുകയും ചെയ്യും.